ഇത്തരം പ്രശ്നങ്ങൾ തുടർച്ചയായിട്ട് ഈ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു? ഇല്ല, അക്കാര്യത്തിൽ വളരെ നിരാശാജനകമായ അനുഭവമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഞങ്ങൾ ഇതിനു മുമ്പ് കോതമംഗലം നഗരത്തിൽ ഒരു ഡെഡ് ബോഡിയുമായി പ്രതിഷേധിച്ചപ്പോൾ ആ ഡെഡ് ബോഡിയെ ബലമായി പിടിച്ചെടുക്കാനും ഞാനും എന്നെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനുമാണ് അന്ന് സർക്കാർ ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസമാണ് അതുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യത്തെ ഹൈക്കോടതിയിൽ എതിർത്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകൻ ഹാജരായത്. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ കേവലം ഒരു സമരത്തിന് വേണ്ടിയിട്ടല്ല, ഈ നാട് നേരിടുന്ന വെല്ലുവിളി വളരെ വലുതാണെന്നും ഇനിയും ഇതുപോലെ ദാരുണമായ നിരവധി സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമെന്നും പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് അത്ര വലിയ പ്രതിഷേധത്തിന് തയ്യാറായത്. ഞങ്ങൾ ഭയപ്പെട്ടതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ഇതുപോലെ സംഭവ പരമ്പരകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടമ്പുഴയിലും കോതമംഗലത്തും. അതുകൊണ്ടുകൂടിയാണ് ഈ രാത്രിയിലും വൈകിയും ഇത്രയും ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നു. ഈ RRT സംവിധാനമൊക്കെ രൂപീകരിച്ചു എന്ന് പറയുന്നുണ്ട്, പക്ഷേ എത്രത്തോളം ഫലപ്രദമാണ്? RRT ഉണ്ട് എന്ന് പറയാൻ വേണ്ടി രണ്ടുപേരെ അയച്ച് അവരെ 2 ടോർച്ചും കൊടുത്ത് അയച്ചിരിക്കുക എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. കാരണം അവർക്ക് വേണ്ട ഒരു വണ്ടിയോ അല്ലെങ്കിൽ ടൂൾസോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സോ വേണ്ടത്ര നമ്പേഴ്സോ ഒന്നും അനുവദിച്ചിട്ടില്ല. ഒരു RRT ഫുൾ ഫ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് 20-ലേറെ ആളുകളെ നിയോഗിക്കണം. അതിന് 2-3 പേരെ മാത്രം നിയോഗിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും വളരെ ശുഷ്കമായ ഒരു RRT അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു ഇതുമാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കാര്യങ്ങൾക്ക് തീരുമാനമാകില്ല. അതും ഫുൾ ഫ്ലെഡ്ജ് ആക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം. ഈ പ്രദേശത്ത് നീണ്ട നാളായി കാട്ടാനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു, ആവർത്തിച്ച് മരണങ്ങൾ ഉണ്ടാകുന്നു. പല ഘട്ടത്തിലും RRT സംവിധാനം ഇവിടെ ഒരുക്കും, ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കും എന്നതടക്കം ഉള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ആ കാര്യങ്ങളൊന്നും നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു പരാതി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ്. ഈ മേഖലയിൽ തുടർച്ചയായിട്ട് ഈ മലയാറ്റൂർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള മേഖലയിലടക്കം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ആണ് കാഞ്ഞിരവേലിയിൽ ഒരു വീട്ടമ്മ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അന്നും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയരുകയും നമുക്കറിയാം കോതമംഗലം നഗരത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹവും വെച്ച് വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും അടക്കം ചെയ്തിരുന്നു. അന്ന് നൽകിയ ചില ഉറപ്പുകളുണ്ട്. ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്നു വരുന്ന ആരോപണം. അതിൻ്റെ ഭാഗം കൂടിയാണ് ഇത്തരത്തിൽ വലിയ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം ഈ മേഖലയിൽ ഉയർന്നു വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് ഈ അപകടം നടന്നത്. പക്ഷേ ഇതുവരെ ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് പോലും മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ പോലും ഈ പ്രദേശത്തുള്ള ആളുകൾ അനുവദിച്ചിട്ടില്ല. പൂജ.